ഞാനൊരു വൃദ്ധനാണ്. ഞാൻ നാളെയോ മറ്റന്നാളോ ഒക്കെ ഈ ലോകത്തുനിന്ന് വിട പറയും. പിന്നെന്തിനാ തങ്ങളെ ഞാനങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. രംഗം ഇതാണ്. ഉമർ റളിയല്ലാഹു അൻഹു നടന്നു വരികയാണ്. ഒരു തരിശായ ഭൂമി കാണുന്നു. ആ ഭൂമിയിൽ കൃഷികളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തങ്ങൾ അതിൻ്റെ ഉടമസ്ഥനെ തിരക്കുകയാണ്. അങ്ങനെ ഉടമസ്ഥനെ കണ്ടെത്തി ഹുസൈമ എന്നവരോട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലേ ഹുസൈമ, നിങ്ങളുടെ പറമ്പല്ലേ ഇത്, എന്തെങ്കിലുമൊക്കെ നിറക്കിക്കൂടെ, എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ഹുസൈമ എന്നവരുടെ മറുപടി ഇതായിരുന്നു, തങ്ങളെ ഞാനൊരു വൃദ്ധനാണ്, ഞാൻ നാളെയോ മറ്റന്നാളോ ഒക്കെ ഈ ലോകത്തുനിന്ന് വിട പറയും. അങ്ങനെയെങ്കിൽ ഞാൻ എന്തിനാണ് പിന്നെ കൃഷി ഇറക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമീറുൽ മുഅ്മിനീനാണല്ലോ, മഹാനവർ നിർബന്ധിച്ചു ആ കൃഷിഭൂമിയിൽ കൃഷി ഇറക്കാനും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് തങ്ങൾ നിർബന്ധിക്കുകയാണ്. നിർബന്ധിച്ച് പോവുക മാത്രമല്ല, കൂടെ നിന്ന് കൊടുക്കുകയാണ്. ആ പറമ്പിൽ ഇറങ്ങി പണിയെടുക്കുകയാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വരും തലമുറകൾക്ക് ജീവിക്കാൻ, ഈ ലോകത്ത് ജീവിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. മഹാന്മാർ പറയുന്നത് കാണാൻ കഴിയും, നിങ്ങൾ ഈ ഇബാദത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഇബാദത്തോടുകൂടെ ഈ ലോകത്തുനിന്ന് വിട പറയും എന്ന രൂപത്തിലാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. അപ്പോഴേ ആ ഇബാദത്തിൻ്റെ ലദ്ദത്ത് വരികയുള്ളൂ. മറ്റു ജീവിതാനുബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇനിയും ഒരുപാട് കാലം ഈ ലോകത്ത് ജീവിക്കും എന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത്. എന്നാലേ അത് നിനക്കും വരും തലമുറകൾക്കും അത് ഉപകാരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നാളേക്ക് വേണ്ടി ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. സലാം.